ശോഭയേറും മൂർനാടുണ്ടതു കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് ജോർജിനെ ക്ഷണിക്കും. ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് ജോർജ്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സമയഭേദം കൂടാതെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളെ കർത്താവ് അറിയുന്നതിനാൽ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ ദാസി താൻ പ്രിയം വെച്ചതായ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്നാൽ ഭൗതികമായ ശരീരം കർത്താവേ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ ദുഃഖത്തോടും ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ വ്യസനത്തോടും കൂടെ ആയിരിക്കുന്നത് സ്വർഗം അറിയുന്നതിനാൽ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ദാസൻ ജീവിതനായി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗീയമായ സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യുമാറാകണമേ. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കുമാറാകണമേ. ഞങ്ങളുടെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുള്ളതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, താൻ ഹല്ലേലൂയ തൻ്റെ ദാസി ഹല്ലേലൂയ ചെന്നിരിക്കുന്നതായ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ ആ ശുഭ തുറമുഖത്ത് ഞങ്ങൾക്കും ഒരു ദിവസം ചെന്ന് ഹല്ലേലൂയ അവരെ ഒന്നിച്ച് കാണുവാൻ കർത്താവ് സാവകാശങ്ങൾ ഒരുക്കുന്നതിനാൽ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവ് തൻ്റെ നാമത്തോടും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുന്നതായ ഒരു ദിവസം ഹല്ലേലൂയ അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ, സർവ്വമഹത്വം അങ്ങെടുക്കണം. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നാം ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് സന്ധ്യാസമയം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ വാത്സല്യ സഹോദരി ജിനി കഴിഞ്ഞ 27/9/2020 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ പ്രവേശിക്കുന്നതിനിടയായി ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് വരെയും തൻ്റെ ജോലിയിൽ കൃത്യമായി പോകുവാനും സുസ്ഥിരമായ നിലയിൽ തനിക്ക് ലഭിച്ചതായ ജോലി ചെയ്യുവാനും ഒരാഴ്ച പോലും മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ ദൈവത്തിൻ്റെ ദാസിയെ കർത്താവ് സഹായിച്ചു. താൻ ശാരീരികമായി ക്ഷീണത്തിലായപ്പോൾ ലോകമെമ്പാടുമുള്ള ദൈവജനങ്ങൾ ഞങ്ങൾ സഭയായി വ്യക്തികളായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ പ്രിയ സഹോദരിയുടെ കാര്യം വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. മാനുഷികമായി ലഭിക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എൻ്റെ ദാസിക്ക് കൊടുക്കുവാൻ ഇടയായി. എങ്കിലും ദൈവത്തിൻ്റെ ഹിതം തന്നെ വിളിച്ച് ഭവനത്തിലേക്ക് ചേർക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ 27-ാം തീയതി സംഭവിച്ചു. ആ വിഷയത്തിൽ എല്ലാവരും ദുഃഖിതരാണ്. എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ സഹോദരിയെ വീണ്ടും കാണാമെന്നുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ആ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ 15 പേരിൽ കൂടുതൽ സാമൂഹിക അകലം പാലിച്ച് 15 പേരിൽ കൂടുതൽ ഈ സ്പോട്ടിൽ കാണാൻ പാടില്ല. നിയമപരമായി അവരതിന് നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നവരും കേൾക്കുന്നവരും അത് ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഞങ്ങൾ 2 ദൈവദാസന്മാർ ഏതായാലും ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഇവിടെ നിന്നെങ്കിലേ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ളവർ ആ കാര്യം ക്രമീകരിക്കണം. ഇന്നത്തെ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത് നാട്ടിൽ ഭവനത്തിൽ ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ എപ്രകാരമായിരിക്കുന്നു അപ്രകാരം തന്നെ ഏകദേശമൊക്കെ ക്രമീകരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കർത്താവിൻ്റെ ദാസൻ ബെറിയൽ ശുശ്രൂഷ നടത്തും. കാരണം ബെറിയൽ ശുശ്രൂഷയ്ക്ക് ശേഷം ഇവിടെ നമുക്ക് നിൽക്കാൻ കഴിയില്ല.
അവരായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് 2 പാർട്ടായി ഇത് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സെക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഓപ്പണിംഗ് പ്രെയർ കഴിഞ്ഞു. ഇൻട്രൊഡക്ഷനായി ഞാൻ അല്പം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്കൊരു പ്രത്യാശയുടെ ഗാനം പാടാം. അത് ഇപ്പോൾ ഞങ്ങളുടെ കൊയർ ലീഡർ ജെറിൻ പാടുന്നതായിരിക്കും. എല്ലാവർക്കും ചേർന്ന് പാടാം. നിത്യമാം പ്രഭാത ശോഭിതത്തിൽ ആർത്തലേ രക്ഷാകൂടിയാകാശി നേരം കാണുമെൻ പേരും പേർ വിളിക്കും കാണും പേർ വിളിക്കും നേരം കാണും ഓ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ഓ ഹല്ലേലൂയ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടും പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 90-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 90-ാം സങ്കീർത്തനം അപ്പോണ്ട് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ NJ ഡൊമിനിക് അവറുകൾ ഇപ്പോൾ വായിക്കുന്നതാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിക്കുന്നതിന് മുൻപേ അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയൊരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരത്ത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു.
തികച്ചും ദുഃഖസാന്ദ്രമായ ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ വാത്സല്യ മകളുടെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ എബനേസർ ദൈവസഭയും ആ കൂട്ടത്തിൽ ഞങ്ങളുടെ വാത്സല്യ കുടുംബാംഗങ്ങളും ദുഃഖാർത്ഥരായിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭം പ്രിയപ്പെട്ട ജിബി, വിവാഹം കഴിച്ച ഞങ്ങളുടെ പ്രിയ ജിനിമോൾ, കല്ലുമല ദൈവസഭയുടെ ഇപ്പോഴത്തെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കടങ്ങന്നൂർ കുഞ്ഞുമോനച്ചായൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകൾ, കുഞ്ഞുമോനച്ചായൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഏതാണ്ട് 30-ലധികം വർഷത്തെ ആത്മീയ ബന്ധമാണ് ഞങ്ങൾക്ക് ഈ ഭവനവുമായിട്ടുള്ളത്. ഞങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ അന്ന് ഈ മകൾക്ക് 13 വയസ്സ് പ്രായമേ ഉള്ളൂ. പിന്നത്തെ ഇതിൽ കർത്താവ് മാനിച്ചു നടത്തി. യോർഡിച്ചാനെ, അമ്മാമ്മ, പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട മോനെ, ഇനിമോടെ ഇളയ അമ്മാച്ചൻ, പ്രിയ സജി, പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ വകയുണ്ട്. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ഒരു പൊന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ദൈവസഭ വളരെ പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവിൻ്റെ തിരുഹിതം ഇങ്ങനെയായിരുന്നു. ഇതിലൊക്കെ തികഞ്ഞ സന്തോഷത്തോടെ ഒരു ഭർത്താവ് എന്നുള്ളതിലപ്പുറമായി പ്രിയപ്പെട്ട മകളെ ശുശ്രൂഷിക്കുക ഇവ കാണിച്ച വലിയ മനസ്സുകൾ കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിലയിലും അഭിമാനത്തോടെ ഓർക്കുന്നു. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കാനുള്ള സാഹചര്യമല്ലെന്നറിയാം. അബ്കോണിലെ 22 സഭകളുടെയും കൂടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അബുദാബിയിലുള്ള എല്ലാ സഭകളുടെയും അഗാധമായ ദുഃഖവും പ്രത്യാശയും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. കല്ലുമല ദൈവസഭകളുടെ എല്ലാം പ്രത്യേക ദുഃഖവും പ്രത്യാശയും ഈ തരുണത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. വിശേഷാൽ എൻ്റെ പ്രിയപ്പെട്ട കോബ്രദേശ് കർത്താവിൻ്റെ ദാസൻ തോമസ് ജോർജ്, KM സാങ്കുട്ടി, പ്രിയ കോശി ജോണ്, ഞങ്ങളുടെ പന്നുവിഴ ഫാമിലിയുടെ എല്ലാവരുടെയും അഗാധമായ ദുഃഖവും പ്രത്യാശയും വിശേഷാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ സഭയായ ഗിൽഗാൽ അബുദാബി ചർച്ചിൻ്റെയും അഗാധമായ പ്രത്യാശയും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ, വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ മുമ്പേ ഉള്ള ഉയർത്തൽ കർത്താവിന്റെ ദാസിയെ തേജസ്സിന്റെ ശരീരത്തോടെ കാണാം എന്ന വലിയ പ്രത്യാശയോടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പ്രത്യാശയോടും ധൈര്യത്തോടും നിൽക്കുക. കർത്താവിന്റെ കാഹളധ്വനിയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ കാണാം എന്ന പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഈ ധർണത്തിൽ അവസാനിപ്പിക്കുന്നു. കർത്താവ് ദിവ്യ സമാധാനം നൽകി ആശ്വസിപ്പിക്കുമാറാണ്. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ മുൻപിൽ തീരെ സമയമില്ലാത്തതുകൊണ്ട് ആരെയും അങ്ങനെ പങ്കെടുപ്പിക്കുവാൻ കഴിയുകയില്ല. വളരെ റെസ്ട്രിക്ഷൻ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന സൗഖ്യമായി മാറിയില്ലെങ്കിലും സമാധാനമായി മാറുവാനിടയായി. അതിൻ്റെ ഫലമായിട്ടാണ് ജിബിയും കുഞ്ഞുങ്ങളും ഇന്ന് സമാധാനത്തോടെ ഈ മൃദുശരീരത്തിൻ്റെ മുൻപിലായിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇവാഞ്ചലിസ്റ്റ് സാജൻ മാത്യു മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിനെ നഷ്ടമാക്കിയാൽ തന്നെ ആത്മാവിനെ നേടുവാൻ സഹോദരിയെ കർത്താവ് സഹായിക്കണമെന്ന് 42 വർഷക്കാലം ഭൂമിയിൽ കർത്താവ് കുടുംബമായി ജീവിപ്പാൻ, കർത്താവ് കൈകളെ കാണുവാൻ കർത്താവിന്റെ വിധപ്രകാരം കർത്താവിന്റെ ദാസി ഇപ്പോൾ കർത്താവിന്റെ സംഗീതം എല്ലാം അവിടുത്തെ ഹിതമായിരിക്കാൻ സ്തുതിക്കുന്നു. കർത്താവ് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനായിരിക്കും. ശബ്ദത്തോടെ ദൈവത്തിന്റെ കാവളാക്കുന്നത് വരുമ്പോൾ കർത്താവ് സഹോദരി കർത്താവിനെ മുമ്പേ കർത്താവിനോട് ചിന്തിച്ച് കർത്താവ് കൊടുത്തിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ പ്രിയ ജീവിയെ കർത്താവ് പൈതങ്ങളെ അവിടുത്തെ കരങ്ങളിൽ കർത്താവെ ദിവ്യ സമാധാനത്താൽ
കുടുംബങ്ങളെ നയിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായി കർത്താവേ, കുറ്റത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്വർഗീയമായ സമാധാനം കർത്താവേ എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കുമാറാകണമേ. കർത്താവേ, ദൈവിക സമാധാനം അവർ ഉള്ളിൽ പകർന്ന് കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ ആശ്വാസത്തിനായി കർത്താവിന്റെ എല്ലാ ശുശ്രൂഷകളും ദൈവികമായ സാന്നിധ്യത്തിൽ സന്തോഷിപ്പാനാണ് കർത്താവെ സങ്കടത്തോടെ സമാധാനത്തോടെ കടന്നു പോകാൻ സഹായിക്കണം. ദൈവസഭകളെ സഹായിക്കുന്ന ശുശ്രൂഷ ദേവാസന്മാരെ അവർ പത്രങ്ങളിൽ എത്തിച്ച പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കാൻ പ്രാർത്ഥനകളായി സ്തോത്രം. ദൈവമക്കളാകുന്ന നമുക്ക് ദുഃഖത്തിൻ്റെ വേളകളിലും സന്തോഷത്തിൻ്റെ വേളകളിലും എല്ലാം ആശ്രയിപ്പാനുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. തുടർന്നുള്ള അല്പസമയം, വളരെ ചുരുക്കം സമയം മുൻപിലുള്ളൂ, അത് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഏതാണ്ട് 20 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അധികം സമയം മുന്നോട്ടെടുക്കുകയില്ല. ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. 3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഞാനൊന്ന് തിരുത്തി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ജിനി മരിച്ചു. ജിനിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പാപസംബന്ധമായി ഒരിക്കൽ ജിനി മരിച്ചിരുന്നു. ദൈവവേദലായി തീരുവാൻ ജിനിക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പോൾ മുതൽ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്ന് താൻ ശാരീരികമായി വേർപെട്ടിരിക്കുന്നു. തൻ്റെ ജീവൻ പോയി, അതാണ് മരിച്ചു എന്ന് പറയുന്നത്. എവിടെ പോയി ആ ജീവൻ? ദൈവമക്കളെ, നമുക്ക് ആശ്വസിപ്പാൻ ഭാഗ്യമുണ്ട്. എവിടെ പോയി ആ ജീവൻ? തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സന്ദർശകർ വരുന്നുണ്ട്, അവർ വന്ന് ഇങ്ങനെ പോയിക്കൊള്ളും. ഇവിടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. മരിച്ചവരുടെ ചരമപ്രസംഗങ്ങളൊന്നും മരിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനും രക്ഷിക്കപ്പെടുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കും വേണ്ടിയാണ് ദൈവദാസന്മാരായ ഞങ്ങൾ ഇങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ ജീവൻ പോയാൽ അയാളുടെ ജീവൻ എവിടേക്ക് പോകുന്നു? ജിനിയുടെ ജീവൻ എവിടെ പോയി? തിരുവചനത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചു, ജിനി മരിച്ചു, ജിനിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് മരിച്ചത്? എന്തുകൊണ്ടാണ് ജിനി മരിച്ചത്? അതിന് ആൻസറൊന്നുമില്ല. ജിനി ജനിച്ചു, ഒരു ദിവസം മരിക്കണം. ഭൂമിയിൽ ജനിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഒരു ദിവസം മരിച്ചേ മതിയാവും. യോശുവ പറയും, ഞാനിതാ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. അപ്പോൾ എല്ലാ ഭൂവാസികളും ഈ വഴിയെ പോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പ്രകാരമുണ്ട്, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ടു ഓൾ ഹ്യൂമൻ ബീങ് വൺസ് ടു ഡൈ. ഒരിക്കൽ മരിച്ചേ മതിയാകുകയുള്ളൂ. എത്ര വർഷം ജീവിച്ചിരുന്നു, എത്ര ആയുസ് പിന്നിട്ടു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. കർത്താവിൻ്റെ ദാസിയെപ്പറ്റി സഭയുടെ ശുശ്രൂഷന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഒരു കുറ്റവും ഇതുവരെ ദൈവത്തിൻ്റെ ദാസിയെപ്പറ്റി ഞങ്ങൾക്ക് പറയുവാനില്ല. കർത്താവിൻ്റെ ദാസൻ ജിബി ഞങ്ങളുടെ സഭയുടെ സഹശുശ്രൂഷകനാണ്. തന്നോടൊപ്പം സഭയുടെ ആത്മീയ വർധനയ്ക്കും സഭയിലെ എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും തനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം ഉള്ളതായ ആരോഗ്യം കൊണ്ട് തൻ്റെ ദാസനെ സപ്പോർട്ട് ചെയ്ത് നിന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. അതുപോലെ ആ കുടുംബത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളാണ് ഷോണും ഷാരനും. അവർക്ക് കൊടുത്തിരിക്കുന്ന ആത്മീയ താലന്തുകൾ PAP മുഖാന്തരവും അല്ലാതെയും ഒക്കെ പ്രവർത്തിപ്പാൻ ദൈവം അവർക്ക് അവസരം നൽകി. സ്തോത്രം. നമ്മൾക്കിപ്പോൾ വിഷമമുണ്ട്. ജിനി എന്ന ആ വ്യക്തിത്വം നമ്മളെ വിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു ആൾ നമ്മുടെ മധ്യത്തിലില്ലെങ്കിലും ക്രിസ്ത്യ വിശ്വാസികളായ നമുക്ക് പ്രത്യാശയുണ്ട്. ജിനി മരിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് ജിനിയുടെ ജീവൻ? അത് ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? അത് അടുത്ത വാക്യത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ
ജിനിയും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ ഏതാണ്? ദൈവമക്കളെ രക്ഷിക്കപ്പെടുമ്പോൾ നാം പാപസംബന്ധമായി മരിച്ചു. അന്ന് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജഡസംബന്ധമായി അല്ലെങ്കിൽ ശാരീരികമായ വേർപാടുണ്ടായിരിക്കുന്നു. ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ഇതൊരു ദിവസം വെളിപ്പെട്ട് വരും. എപ്പോൾ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ജിനിയും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പുനരുത്ഥാന ശരീരത്തെപ്പറ്റി. പുനരുത്ഥാന ശരീരവുമായി ജിനി എഴുന്നേറ്റ് വരുമ്പോൾ കഴിഞ്ഞ 13 വർഷങ്ങളായി അവൾ അനുഭവിച്ച വേദനയേറിയ ശരീരം ആയിരിക്കില്ല. വളരെ വേദനയോടെയാണ് ജോലിക്ക് പോയതും ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾ ശരീരത്തിൽ അതിയായ വേദന ദൈവത്തിൻ്റെ ദാസി സഹിച്ചു. അത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും പ്രയാസമായിരുന്നു. എന്നാൽ ആ വേദനയിൽ നിന്നൊക്കെ ഇപ്പോൾ വിരാമമായിരിക്കുന്നു. താൻ വിശ്രമിപ്പാനായി കടന്നു പോയിരിക്കുകയാണ്. ഇനിയും താൻ മടങ്ങി വരുമ്പോൾ, ക്രിസ്തു തേജസ്സിൽ വെളിപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു ശരീരവുമായിട്ടായിരിക്കില്ല വരുന്നത്, മറിച്ച് ദൂതതുല്യമായ ഒരു ശരീരം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 36-ാം വാക്യത്തിൽ അത് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞ വിഷയമാണത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷമിപ്പാനില്ല. മാനുഷികമായ വേർപാട് വിഷമമാണ്. മരണം വിഷമുള്ളു പോലെയാണ്. ഓർക്കുമ്പോഴൊക്കെയും അത് മുള്ളുപോലെ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുമെങ്കിലും മറുവശത്ത് ഈ കുഞ്ഞുങ്ങളും പ്രിയ സഹോദരൻ ജിബിയുടെ ഭവനക്കാരും ജിനിയുടെ മാതാപിതാക്കളും ഒക്കെ എന്തുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുന്നു? നമ്മളെ ഭരിക്കുന്ന പ്രത്യാശ. സ്തോത്രം. എന്താണ് ഗ്യാരണ്ടി? ജിനി ഉയർത്തെഴുന്നേൽക്കുമെന്ന്. സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ പ്രകാരം പറയുന്നു, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. സ്തോത്രം. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഇന്ന് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് വ്യർത്ഥമാണ്. അതുകൊണ്ട് ക്രിസ്തു ഉയർത്തുന്നുള്ളത് നമുക്ക് പരമാവധി വിശ്വസിക്കാവുന്നതാണെങ്കിൽ ജിനിയും ഒരു ദിവസം കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുക മാത്രമല്ല, കർത്താവിൽ ജനിക്കുവാനും കർത്താവിൽ ജീവിപ്പാനും ഒടുവിൽ കർത്താവിൽ മരിപ്പാനും ഇടയായ മാന്യ സഹോദരി, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ, സ്തോത്രം, ജീവിച്ചിരിക്കുന്നവരെക്കാൾ പെട്ടെന്ന് ആദ്യം മരിച്ചവരുടെ ഉയർപ്പായിരിക്കും. എങ്ങനെ അത് ഗ്യാരണ്ടി പറയുവാൻ കഴിയും? ക്രിസ്തു ഉയർത്തതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഒന്നാം മനുഷ്യനായ ആദമിൻ്റെ പ്രതിമ, അല്ലെങ്കിൽ ആദം മണ്ണുകൊണ്ടുള്ളവനാണ്. ആ പ്രതിമ ധരിച്ചതായ ആ ജീവിതത്തിനാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്. അങ്ങനെ മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിച്ചൊരു പേഴ്സണാലിറ്റിയെ നമുക്കിവിടെ ലഭിച്ചെങ്കിൽ, സ്വർഗീയൻ്റെ പ്രതിമ ലഭിച്ച് ഈ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് ലഭിക്കും. ജിനിയെ നമുക്ക് സ്വർഗത്തിൽ തിരിച്ചറിയാം. ജിനിയെന്ന് മാത്രമല്ല, മരിച്ച് മൺമറഞ്ഞ എല്ലാ വിശുദ്ധന്മാരെയും ഐഡൻറ്റിറ്റി ഉണ്ട്. പരസ്പരം തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ ശരീരം ഇതായിരിക്കില്ല, സ്വർഗീയമായ ശരീരമായിരിക്കും. ആ ശരീരം ദൂതതുല്യമായ ശരീരമായിരിക്കും. അതിന് രോഗമില്ല, അതിന്മേൽ ദുഃഖമില്ല, അതിന്മേൽ പ്രയാസങ്ങളില്ല, അതിന്മേൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായ ദൂതന്മാരെ പോലെ ഹല്ലേലൂയ ഈ കാലത്തിലെ കഷ്ടങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമാണിപ്പോൾ. പുനരുത്ഥാനത്തിങ്കൽ പ്രിയ ദൈവദാസിക്ക് ഇതുപോലെ ക്ഷയമുള്ള ഒരു ശരീരമായിരിക്കില്ല ലഭിക്കുന്നത്, മറിച്ച് അക്ഷയമായൊരു ശരീരം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. അതുകൊണ്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരന്മാർ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുവാൻ പാടില്ല. നമ്മുടെ പ്രത്യാശ ഇപ്പോൾ താൽക്കാലികമായൊരു വിടവാങ്ങൽ ജിനി നടത്തിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ അത് നമുക്ക് വേദനയാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രത്യാശ കൊണ്ട് ഓരോ ഹൃദയങ്ങളും നിറയുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, തിടുക്കത്തിൽ വളരെ വേഗം മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച ജിനി മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സ്തോത്രം. പ്രത്യാശയുള്ളവർ കളങ്ങെഴുത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സഭയായി നമ്മൾക്ക് ദുഃഖമുണ്ട്. അവളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ ശുശ്രൂഷന്മാരെ ഞങ്ങൾക്ക് വളരെ ഭാരമുണ്ട്.
കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭാരമുണ്ട്, എങ്കിലും ആശ്വസിക്കുകയാണ്, ധൈര്യപ്പെടുകയാണ്. ഒരു ദിവസം കാഹളനാദത്തിങ്കൽ ഉയർത്തെഴുന്നേറ്റ് വരും. ക്രിസ്തുവിൽ വിശ്വസിച്ച് ആരും നഷ്ടമാകുകയില്ല എന്നുള്ളതുകൂടെ ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നതിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയുവാൻ കഴിയുകയില്ല. സ്തോത്രം. അങ്ങനെ മരിച്ച് ക്രിസ്തുവിൽ മരിച്ചവർക്ക്, ജീവിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിപ്പാൻ കഴിയൂ. അവർക്ക് മാത്രമേ ഒരു ഉയർപ്പുണ്ടാകുകയുള്ളൂ. മറ്റവർ ഉയർക്കും, പക്ഷേ അത് നിത്യജീവനായിട്ടല്ല, നിത്യനാശത്തിനായിട്ടായിരിക്കും എന്നുള്ളതോടെ ഇതിൻ്റെ ഒരു സന്ദേശമായി ഞാൻ ഓർപ്പിക്കുന്നു. ദൈവ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ തിടുക്കത്തിൽ നടത്തേണ്ടിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. വീണ്ടും നമുക്ക് ഒരു പ്രത്യാശയുടെ ഗാനം കേൾക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഈ ദേഹം കേട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വേണ്ട ദുഃഖം ഓ ഉണ്ടു പ്രത്യാശയിൻ. ആമേൻ. ഓ വേണ്ട ദുഃഖം തെല്ലുമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ഓ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കൂടുതൽ പാടി സന്തോഷിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ, അതിനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ ഗുരുവൽ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കാർക്കും ഇവിടെ നിൽപ്പാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് MCC സൺഡേ സ്കൂളിൻ്റെ അധ്യാപകനാണ് ഞങ്ങളുടെ മാന്യ സഹോദരൻ ജിബി. സൺഡേ സ്കൂളിന് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ബ്രദർ ഡെന്നി പുന്നൂസ് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം രണ്ട് വാക്കുകൾ ഈ പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനായി ഇവിടെ പ്രസ്താവിക്കുന്നു. Nothing from a human perspective can comfort our dear GB, Sharon, Sean, relatives, church members. But as a believer, as a Christian who accepted Jesus Christ, Yes. the Bible says a lot of wonderful things about death. The psalmist in 116 verse 15 says, "In the sight of God, precious is the death of saints." You see, for God that matters. For God that is something. That is the wonderful promise. In spite of all the sadness and the grief we have as we go through today, we know that this is something precious for God. So when a death happens to somebody who accepted Jesus Christ, Amen. four things happens. Number one, the change of the environment. From where Ginny's sister lived, the world of sin, suffering, grief, cries, trouble, there is no more for her, because in that beautiful land of heaven, that where she is going to be, it is exactly the opposite. So it's the change of environment for Ginny's sister. Second, it's a change of nature. From the sinful flesh, she is taking a completely a body that is incorruptible with sin. And also, there is a reunion. Dear Jibby sir, Sharon, Sean, you know, as we go to the airport, we are always greeted by our parents, our relatives, our siblings. What a wonderful, joyful time is that, right? You meet them, you hug them, you greet them. Today I want to tell you, in spite of your grief, Amen. one day, we don't know when, but one day, Ginny's sister will be waiting to hug you on that beautiful show. Praise the Lord. Ginny's sister will be waiting for you to join and have that blessed occasion one day. And that is the hope and trust that I want all of you to have. And last but not least, the death takes Ginny's sister to be with Jesus, to be with Him, to feel His hand and to fall on His feet and praise and worship Him. Those are the four things as a Christian that gives us hope and trust that death is precious to God.
On behalf of MCC Sunday School, I pray to God the Almighty so that GB sir, Sean, Sharon, relatives, family, church, pastors, all to have the courage, strength, so that peace and love for them to carry it forward in front of this grief. Thank you again and praise the Lord. ആമേൻ. ഇവിടെ മദറിൻ്റെ ബ്രദർ അമ്മാച്ചനാണ് പ്രിയ സജി, ഇളയ അമ്മാച്ചൻ. അദ്ദേഹം ആ കുടുംബത്തെ പ്രതിനിധീകരിച്ച് ചുരുക്കം ചില വാചകങ്ങൾ സമയം മുൻപോട്ട് പോകുന്നുണ്ട്. വേർപാട് വളരെയധികം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓ താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ആകാശമേഘത്തിൽ ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതൽ, ആമേൻ, സ്തോത്രം. ആ പ്രിയപ്പെട്ട പൈതലിനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. അതിൽ ഇന്ന് സ്തോത്രം ഇത്രത്തോളം പ്രത്യാശ നൽകി തന്നതിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രിയ പൈതലിനൊരു വിടുതൽ ലഭിക്കും എന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ രാജ്യങ്ങളിലുമുള്ള പ്രിയപ്പെട്ട ഈ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഒരു വിടുതലിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തുവെന്ന് ദൈവത്തിൻ്റെ ഇങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ 2009 മുതലാണ് പ്രിയ പൈതലിന് ശാരീരികമായ ക്ലേശങ്ങൾ ആരംഭിക്കുവാൻ ഇടയായത്. ഏകദേശം 16 വർഷം ഈ പ്രിയപ്പെട്ട പൈതൽ കുടുംബമായിട്ട് ഈ പട്ടണത്തിൽ ആയിരിക്കാൻ ഇടയായി. 2 കുഞ്ഞുങ്ങളെ അവർക്ക് ദാനം കൊടുത്തു. രജിഫിന് ഇവിടെയുണ്ട്, കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതലിനെ നാട്ടിൽ കൊണ്ടുപോകണം, എല്ലാവർക്കും ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കോവിഡിൻ്റെ പ്രത്യേകമായ ഈ സർക്കംസ്റ്റാൻസിൽ ഞങ്ങൾക്കത് കഴിയാതെ പോയി. പ്രിയപ്പെട്ടവർക്ക് വളരെ ഭാരത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും നാട്ടിലിപ്പോൾ ഈ സമയം അവരെല്ലാവരും കൂടെ കൂടി ഈ സമയം ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവമായ കർത്താവ് അവരെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് നന്നായി എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ആവശ്യം കൂടി നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ചെറിയ ദുഃഖത്തിലും അതിനുള്ളിലൊരു പ്രത്യാശയുണ്ട്. ഇന്ന് വൈകുന്നേരം ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷ സഹകരിച്ച എല്ലാ ദൈവദാസന്മാരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടാനൊരല്പം ബുദ്ധിമുട്ടുണ്ട്. ലോ ആൻഡ് ഓർഡറും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ആ കറക്റ്റ് സമയത്ത് കാണാൻ പറ്റാതെ പോയത്. ഏകദേശം ഇവിടെ പുറത്ത് കടന്നു വന്ന 200ഓളം വണ്ടികൾ, അത് നമ്മുടെ ജിബി ജോർജിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ബഹുമാനത്തെയും അദ്ദേഹത്തിനുള്ള അംഗീകാരത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിതല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. പ്രിയ സഹോദരി, നമ്മുടെ സഭയ്ക്ക് ഒരു അഭിമാനമായിരുന്നു. അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറയട്ടെ. സാധാരണ ഏതൊരു വ്യക്തിയെപ്പറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചു കുറ്റമൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഈ പ്രിയ സഹോദരിയെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ലെന്നുള്ളതാണ്. എന്നെ എടുത്ത് നോക്കിയാലും എനിക്കും കുറേ കുറ്റങ്ങൾ ആൾക്കാർക്ക് പറയാൻ പറ്റും. പക്ഷേങ്കിൽ ഈ ഒരു കുടുംബത്തെപ്പറ്റി അങ്ങനെ ഒന്നും പറയാനില്ല. പക്ഷേങ്കിൽ ഇന്ന് ഈ കോവിഡ് പ്രോട്ടോക്കോൾ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ജനമഹാസമുദ്രമായിരുന്നു. ഇത്രത്തോളം റെസ്ട്രിക്ഷൻ്റെ ഇടയ്ക്കും ഇത്രയധികം ജനം കടന്നു വന്നത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. ദൈവം എല്ലാവരും കടന്നവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയ്ക്ക് ഇന്നും പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു, തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. എല്ലാ എയർക്രാഫ്റ്റിലും ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലൈറ്റ് മുമ്പോട്ട് പോകുന്നത് ആ പൈലറ്റിൻ്റെ കൺട്രോളിലല്ല, ആ സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ്. ഈ നിമിഷം മുതൽ ഈ പ്രിയ കുടുംബം ഒരു ഓട്ടോ പൈലറ്റ് മോഡിലോട്ടായിട്ട് സർവശക്തനായ ദൈവം ആ കുടുംബത്തെ മുമ്പോട്ട് നയിക്കട്ടെ. ഒന്നിലും ഒരു കുറവ് കുടുംബം ഡിസൈൻ ചെയ്ത ദൈവം ആ കുടുംബത്തിൽ
ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിൻ്റെ ആ കുറവ് ഏറ്റെടുത്ത് കുറവുകളെ നികത്തുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. ദൈവം ഈ സഭയുടെ IPC എബനേസർ സഭയുടെ എല്ലാവിധ അനുശോചനങ്ങളും ഈ നിമിഷം നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് പ്രിയ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ജിബി മാനസികമായി ധൈര്യത്തോടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് നിശ്ചയമുണ്ട്. എങ്കിലും തൻ്റെ പ്രിയ സഹധർമ്മിയുടെ വേർപാടിൽ ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം ദുഃഖത്തിലാണ്. തൻ്റെ വായിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുവാൻ നമുക്ക് താല്പര്യമുണ്ട്. അസാധാരണമായ ധൈര്യവും വിശ്വാസമുള്ള ഒരു കുടുംബമായിരുന്നിത്. ലാസ്റ്റ് നിമിഷം വരെ ജിനിയെ ദൈവം വിടുവിക്കും, ജിനിക്കും അത് തന്നെ ഉള്ളായിരുന്നു പറയാൻ. അത് കേട്ട് ഞങ്ങൾക്ക് പോലും മറിച്ചൊന്നും പറയാനില്ലാത്ത അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളും അതുപോലെ. ഇതെവിടുന്ന് കിട്ടി ഈ ധൈര്യം? മെഡിക്കൽ ഡോക്ടർ കൊടുത്തതല്ല, ദൈവകൃപയിൽ ആശ്രയിച്ചതുകൊണ്ട് ലഭിച്ചതാണ്. താനദാസൻ ജിബി മുൻപോട്ട് കടന്നു വന്നാട്ട് ചില വാചകങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഈ വൈകിയ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വാക്യമാണ് ഈ പെട്ടിയുടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. 116 സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം. എൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. പല വേദികളിലും മരണത്തോടനുബന്ധിച്ചൊക്കെ ഞാൻ ഈ വാക്യം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഭാര്യയുടെ വേർപാടിനോടനുബന്ധിച്ച് ഈ വാക്യവുമായി ഇങ്ങനെ നിൽക്കേണ്ടി വരും, എൻ്റെ ഭാര്യയുടെ ഭൗതിക ശരീരത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. നമുക്ക് നഷ്ടമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊരു ലാഭമാണ്. നമുക്ക് നിരാശയെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സന്തോഷമാണ്. നമ്മൾ നിർഭാഗ്യം എന്ന് കരുതെടുത്ത് ദൈവസന്നിധിയിൽ ഇതൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. പ്രേഷ്യസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങൾ ശാരീരികമായ രോഗത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുവാനിടയെ, വിശേഷാൽ 2020 ജനുവരി മുതൽ വളരെ കഷ്ടതയുടെയും വേദനയുടെയും മാനസികവും ശാരീരികമായുള്ള വളരെ പ്രയാസങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നു പോകുവാനിടയായി. പ്രിയ ജിനി ആ സമയത്തൊക്കെ ആ ശരീരത്തിൽ ആ വളരെ കഷ്ടതയുള്ളപ്പോഴും ഒരു വാക്ക് തൻ്റെ വായിൽ നിന്ന് ദൈവത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഒരു വിധിയെന്നോ ഒന്നൊക്കെ പറഞ്ഞ് താൻ ഒരിക്കൽ പോലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പലപ്പോഴും ഞാൻ നിരാശനായി പോകുമ്പോഴും ഞാൻ ഭാരപ്പെട്ടു പോയാലും എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് തൻ്റെ വേദന ശരീരത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയ്ക്ക് സഹനശക്തിയുള്ള ഒരു സ്ത്രീയെ ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല, എൻ്റെ കുടുംബങ്ങളിലൊന്നും എങ്ങും കണ്ടിട്ടില്ല. അത് സഹിക്കുവാനുള്ള വലിയൊരു കൃപ പ്രിയദാസിക്ക് ദൈവം കൊടുക്കുവാനിടയായി. സ്തോത്രം. ലോകപരമായി കൊടുക്കാവുന്ന എല്ലാ ശുശ്രൂഷകളും, എല്ലാ മെഡിക്കലായിട്ടും അല്ലാതൊക്കെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുവാനിടയായി. അതുമാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, അത് വെറുതെ പറയുന്നതല്ല, ലോകത്തിൻ്റെ എല്ലാ വൻകരികളും എല്ലാ രാജ്യങ്ങളിലും ഞങ്ങളെ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുവാനിടയായി. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയായിരുന്നു, ഈ വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ദൈവം ഒരു വിടുതൽ കൊടുക്കും എന്ന് ഞങ്ങൾ അവസാന നിമിഷം വരെ ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. എന്നാൽ എൻ്റെ മകളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. സ്തോത്രം. ഏതായാലും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് അതൊന്നുമില്ലാത്ത സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ഭവനത്തിലേക്ക് പ്രിയദാസി എത്തുവാനിടയായല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിവിടെ കേട്ടതുപോലെ ഒരു നാൾ, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ എൻ്റെ പ്രിയതമയെ അവിടെ ചെന്ന് കാണുമെന്നുള്ള ധൈര്യം എനിക്കുണ്ട്. സ്തോത്രം. ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളും വളരെ ധൈര്യത്തിലും വളരെ പ്രത്യാശയിലുമായിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മരിക്കുന്നതിൻ്റെ
ചില 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ സീരിയസ് ആയിട്ട് കിടന്നപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ മമ്മി ഇങ്ങനെ ഇവിടെ കിടക്കേണ്ടതല്ല, ഞങ്ങളുടെ മമ്മി പുറത്തു വരും എന്നുള്ളൊരു ധൈര്യം പറഞ്ഞു. സ്തോത്രം. ആ ധൈര്യത്തിൻ്റെ വാക്കുകൾ ഞാൻ കേട്ടു. സ്തോത്രം. എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഇല്ല, വേദന ഇല്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങളുടെ മമ്മി ഉണ്ടല്ലോ, അത് മതി. ആ ധൈര്യവും ആശ്വാസവും അത് ഞങ്ങൾക്കുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികൾക്കുമുള്ള ഹല്ലേലൂയ സ്തോത്രം നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. വിശേഷാൽ IPC എബനേസർ സഭയിലുള്ള എല്ലാ വിശ്വാസികളും മാത്രമല്ല ദൈവദാസന്മാർ, കുടുംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് അവർ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് തുണനിന്നു. അത് ഞങ്ങൾക്ക് വളരെ കൈത്താങ്ങലായിരുന്നു. ഞങ്ങളെപ്പോഴും വന്ന് കാണുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത അനേക സഹോദരങ്ങളെ ഈ സമയത്ത് ഓർക്കുന്നു. ഈ സമയത്ത് അവരോടെല്ലാമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. അതുകൂടാതെ ഹല്ലേലൂയ സ്തോത്രം അബുദാബിയിലുള്ള മറ്റ് അനേക ഹല്ലേലൂയ സഭകൾ, മറ്റ് അനേക ദൈവദാസന്മാർ, കുടുംബങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടെല്ലാം ഉള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം അതുകൊണ്ട് ഞാൻ അവരോടെല്ലാമുള്ള നന്ദിയും അറിയിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലായിട്ട് ഞങ്ങളെ അറിഞ്ഞവരും അറിയാത്തവരുമായ അനേകർ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അവരോടെല്ലാമുള്ള നന്ദിയെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. സ്തോത്രം. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ഇവിടെയില്ല, എന്നാൽ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന പ്രിയ ബെഞ്ചമിൻ സാമുവേൽ കുടുംബം, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് മകൾ അന്ന ബെഞ്ചമിൻ, അവരൊക്കെ ഞങ്ങളെ വളരെ ഞങ്ങളുടെ ഈ കഷ്ടത്തിലായിരുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ കൈത്താങ്ങൽ തരികയും ചെയ്തു. സ്തോത്രം. അവരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. സ്തോത്രം. പ്രിയ എൻ്റെ ഭാര്യ ജോലി ചെയ്തിരുന്നത് സയ്യിദ് മിലിറ്ററി ഹോസ്പിറ്റലിലാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ നേഴ്സുമാർ, സ്റ്റാഫ്, അവരെല്ലാം വളരെ ഞങ്ങളോട് അനുകമ്പയോട് പെരുമാറുകയും ഞങ്ങൾക്ക് അവരാൽ ചെയ്തു തരാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുവാനിടയായി. പ്രത്യേകിച്ച് സിസ്റ്റർ റീജ, ജാൻസി, സുനിത, അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടർ സൂസൻ ബാനിസ്റ്റർ, അങ്ങനെയൊക്കെയുള്ളവർ വളരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തു. അവരോടെല്ലാമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ ഈ മരണത്തിന് ശേഷം അതിൻ്റെ അനേക ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളെ സഹായിച്ച ബ്രദർ റെജി ജോൺ, TPM ചർച്ചിലുള്ള പ്രിയ സഹോദരനോടും ഈ സമയത്ത് അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. MCC സൺഡേ സ്കൂളിൽ ഞാനൊരു ചില വർഷങ്ങളായിട്ട് അധ്യാപകനാണ്. ആ സൺഡേ സ്കൂളിലെ ഡയറക്ടർ ബെന്നി പി ജോൺ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ അല്പം മുമ്പ് സംസാരിച്ച ഡെന്നി പുന്നു സാറ്, അതുപോലെ മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. അവരോടെല്ലാമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. സ്തോത്രം. NMC ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പല പ്രാവശ്യം അവിടെ അഡ്മിറ്റ് ആയപ്പോഴൊക്കെ ഞങ്ങളോട് വളരെ സ്നേഹത്തോടും ഒരു സഹോദരിയോടെന്ന പോലെ എൻ്റെ പ്രിയ സഹോദരിയോട് അവരിടപെടുകയും അവരെ കാര്യങ്ങളൊക്കെയും ചെയ്യുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിനുള്ള പ്രത്യേക നന്ദിയും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ അതിലെല്ലാം ഉപരിയായിട്ട് ഈ വലിയ കഷ്ടതയുടെ തീച്ചൂളയിൽ ഞങ്ങൾ കടന്നുപോയപ്പോൾ, അതിലൂടെ നടന്നപ്പോൾ, സ്തോത്രം, അതിൻ്റെ മധ്യത്തിൽ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തിയ ഞങ്ങളുടെ ദൈവത്തിനുള്ള എല്ലാ നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. പലപ്പോഴും തളർന്നു പോകുമോ, വീണു പോകുമോ, മാനസികമായി തകരുമോ എന്നൊക്കെ ചിന്തിച്ച സമയങ്ങളിൽ ദൈവം അതാത് സമയങ്ങളിൽ വചനമയച്ച്, ചിലപ്പോൾ ഒരു പാട്ടിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു ഫോൺ കോളിലൂടെ ആയിരിക്കാം, ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ധൈര്യപ്പെടുത്തി. സ്തോത്രം. ഇതുവരെയും നിർത്തി. സ്തോത്രം. ഇപ്പോൾ ശരീരം കൊണ്ട് വേർപെട്ടിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ദൈവസന്നിധിയിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഒരു നാൾ ഞങ്ങൾക്ക് വീണ്ടും കാണുവാൻ കർത്താവ് അവസരമൊരുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു വിശ്വാസത്തിലും ധൈര്യത്തിലും ഹല്ലേലൂയ നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ തുടർന്ന് ബെരിയൽ ശുശ്രൂഷയിൽ നടത്തുന്നതായിരിക്കും. അതിനായി കർത്താവിൻ്റെ ദാസൻ IPC എബനേസർ സഭയുടെ സീനിയർ പാസ്റ്റർ അദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. അതിനായി ദൈവത്തിൻ്റെ ദാസനെ ക്ഷണിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
വളരെ ദുഃഖമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത് എന്നെനിക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, മനുഷ്യൻ്റെ ബുദ്ധിക്കപ്പുറത്ത് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന, നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് നാം ഇവിടെ ദുഃഖത്തോടെയാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ സഹോദരിയുടെ വേർപാടിൽ നമുക്കെല്ലാവർക്കും അഗാധമായ ദുഃഖമുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. അതിനെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രിയപ്പെട്ടവർക്കും, ദൈവത്തിൻ്റെ വലിയ ദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനം അറിയിക്കും. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞതായ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. സ്തോത്രം. നമ്മുടെ സഹോദരി നമ്മളെ വിട്ട്, ഈ ലോകത്തിലെ ജീവൻ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് വരുമ്പോൾ വീണ്ടും പ്രിയ സഹോദരി പൊതുജീവനിലേക്ക്, നിത്യജീവനിലേക്ക് മടങ്ങി വരും എന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും ഒരു ദിവസം ഈ ലോകം വിട്ടുപോയേ മതിയാകുകയുള്ളൂ. സഹോദരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകസ്മികമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ട്. എന്നാൽ അത് യാദൃച്ഛികമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ദൈവമാണ് മനുഷ്യന് ആയുസ്സ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ കൈകടത്തുവാൻ ലോകത്തിൽ ഒരു ഡോക്ടർക്കോ യാതൊരു മനുഷ്യർക്കോ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരിയുടെ രോഗവിവരത്തെക്കുറിച്ചൊക്കെ നാം കേട്ടു. ചില വർഷങ്ങളായി പ്രിയ സഹോദരി ദുഃഖത്തിലും രോഗത്തിലും ഒക്കെ ആയിരുന്നു. എന്നാൽ ദൈവം വെച്ചിരുന്ന ആയുസ് തികഞ്ഞപ്പോൾ 90-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, നീ മർത്യനെ കുടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. പ്രിയ സഹോദരിയെ കർത്താവ് വിളിച്ചു. പ്രിയ സഹോദരി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. നീയും ജീവിക്കുന്ന നാം എന്നും ദുഃഖത്തോടെ ആയിരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ പ്രത്യേകമായ പ്രമാണങ്ങളുണ്ട്. ചില വേദഭാഗങ്ങൾ എനിക്ക് വായിച്ചേ മതിയാകുള്ളൂ. സമയം വളരെ കുറവാണെന്ന് എനിക്കറിയാം. എന്നാലും ദൈവവചനത്തിൽ നിന്ന് 1-2 വേദഭാഗങ്ങൾ വായിക്കാതിരിക്കാൻ തരമില്ല. അത് വായിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതൽ 58 വരെയുള്ളതായ വാക്യങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് ജോർജ് ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതൽ 58 വരെയുള്ളതായ വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ?
മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. പ്രൈസ് ദി ലോർഡ്. വായിച്ചു കേട്ടതായ വേദഭാഗത്തെക്കുറിച്ച് വിശദീകരിച്ചൊന്നും പറയുവാൻ തക്കണോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ഒരിക്കൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തു ഭക്തന്മാരായ നാം ഓരോരുത്തരും പറയാൻ പോകുന്നതായ അഥവാ മരണത്തെ വെല്ലുവിളിക്കുന്നതായ ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ളതായ ഉപദേശമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എല്ലാവരും കാണപ്പെടണം. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് താൻ തൻ്റെ സ്വന്തം ജീവൻ നമുക്കായി ഏൽപ്പിച്ചു തന്ന് നമുക്കായി നിത്യജീവൻ്റെ മാർഗമൊരുക്കിയത്. കർത്താവ് പറഞ്ഞത് നമുക്കറിയാമല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരി നമ്മളെ വിട്ടുപോയി. തനിക്ക് ദൈവം വെച്ചിരുന്നതായ ആയുസ്സും വെച്ചിരുന്നതായ പ്രവർത്തികളൊക്കെ തികച്ചിട്ട് പ്രിയ സഹോദരി കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്നു. ഇനിയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ഈ സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിക്കുവാനുള്ളത്. അടുത്തൊരു വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ളതായ വാക്യമാണ്. അത് ഇവാഞ്ചലിസ്റ്റ് സാജൻ മാത്യു ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. കൂടാരമായ ഞങ്ങളുടെ പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ അറിയിക്കാൻ ഞങ്ങൾ ഭക്തരായിട്ടല്ല അവിടത്തുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാത്രം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല മധ്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഒരു പാലിച്ചിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിരിക്കുമ്പോൾ ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കി ആത്മാവിന് അച്ഛപരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴും കഥാവിനോടങ്ങുന്ന പരിദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലുള്ള വിശ്വാസത്താലത്ത് ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകാൻ അഭിമാനിക്കുന്നു. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊക്കെ അവനം പ്രാപിക്കേണ്ടതാണ്. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിന്നുമാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഒടുവിൽ വായിച്ചു കേട്ടതായ വാക്യം, അവനവൻ്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൽ മരണത്തിന് കീഴടങ്ങവരും അല്ലാത്തവരുമായ കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന നാം ഓരോരുത്തരും നാം ജീവനോടെ ഇരുന്നാൽ കർത്താവ് വരുമ്പോൾ നാമും നിത്യജീവനായി ഉയർത്തെഴുന്നേറ്റ് വരുന്ന മരിച്ചുപോയവരോടുകൂടെ നാം മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുവല്ലോ. നാം എല്ലാവരും അവൻ്റെ ന്യായാസനത്തിങ്കിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും ഒരുങ്ങണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. 1-2 വേദഭാഗങ്ങൾ കൂടി എനിക്ക് നിങ്ങളെ വായിച്ച് ഓർപ്പിക്കേണ്ടതുണ്ട്. 1 തെസ്സലോനിയ 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന്
ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഈ സന്ധ്യാസമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇത് മാത്രമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അന്ന് നമ്മുടെ ജിനി സഹോദരിയും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ വരും. അപ്പോൾ ജീവനോടിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ മരിച്ചവരോടുകൂടെ നാമും രൂപാന്തരപ്പെട്ട് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ഈ സന്ധ്യാസമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജിബി ജോർജിനെയും കുഞ്ഞുങ്ങളെയും അവരുടെ ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അതുപോലെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് സഭയുടെ സീനിയർ ശുശ്രൂഷൻ എന്നുള്ള നിലയിൽ എനിക്കും ഈ വിഷയത്തിൽ വളരെ അഗാധമായ ദുഃഖമുണ്ട്. എന്നാൽ ഈ പ്രത്യാശ എനിക്കുള്ളതുകൊണ്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ സഹോദരിയെ വീണ്ടും നമുക്ക് കാണാമല്ലോ. കർത്താവ് അതിനായി നമുക്കെല്ലാവർക്കും സഹായിക്കുമാറാകട്ടെ. ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നെന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയ സഹോദരി ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ഇനിയും മരണമുണ്ടാകാത്ത, നിലവിളിയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരിക്ക് അങ്ങനെ ഒരു പ്രൊമോഷൻ കർത്താവ് കൊടുത്തിരിക്കുന്നു. മാനുഷികമായ നിലയിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം എല്ലാവരും കർത്താവിനോടുകൂടി ആയിരിക്കും. അവൻ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ എന്ന് പറഞ്ഞ കർത്താവ് താമസമിന നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു. കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇനി ആർക്കെങ്കിലും പ്രിയ സഹോദരിയെ ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു നോക്കി കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളതായ അവസരമാണ്. ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം ദൂരെ മേഘമാളി ദൂരെ താരപാത വീജിയിൽ
ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വിശ്രമത്തിനായി ഞാൻ പൂഴിക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വീണ്ടും കാണുവാൻ നിന്റെ വരവെങ്കിൽ അവസരമുള്ളതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കും.
കർത്താവ്, ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ പ്രത്യാശ ഇല്ലാത്തവരായിട്ടുണ്ട്, അവർക്ക് ഈ പ്രത്യാശ നൽകുമാറാകണമേ കർത്താവ്. എല്ലാവരും കർത്താവിനെ അറിയുക, ഈ ലോകത്തിലും പരലോകത്തിലും സന്തോഷമായിരിക്കാം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ദാസൻ ജീവിക്കായി സ്തോത്രം. ദാനമായി കൊടുത്ത കർത്താവിനെ അനാഥ പിതാവും വിധവിട ന്യായപാലകനുമാണല്ലോ. നീ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ, അവരെ നീ ആശ്വസിപ്പിക്കണമേ, നീ അവരുടെ ആശ്വാസദായകനായിരിക്കണമേ, നീ അവരുടെ ആലോചനക്കാരനായിരിക്കണമേ. നിന്റെ ദൃഷ്ടി അവരുടെ മേൽ വെച്ച് ആലോചന കൊടുക്കണമേ കർത്താവ്. കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ലോകത്തിന് അനുരൂപരാകാതെ കർത്താവിന്റെ കൃപയിൽ നിലനിൽപ്പാൻ നീ അവരെ സഹായിച്ചുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. താമസം അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വരവിങ്കൽ കർത്താവ് നിന്റെ ദാസി എഴുന്നേൽക്കുമെന്നും അവരോടൊപ്പം കർത്താവ് ജീവനോടിരിക്കുന്ന നാമം കർത്താവ് രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടി ആയിരിക്കും ഞങ്ങൾ നിന്റെ വചനത്തിൽ നിന്ന് കേട്ടത്. ഈ വചനങ്ങളെ കൊണ്ട് ഞങ്ങൾ അന്യോന്യം ആശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾക്കുള്ള ആശ്വാസത്തിനായിട്ട് സ്തോത്രം, ഞങ്ങൾക്കുള്ള സമാധാനത്തിനായിട്ട് സ്തോത്രം, നീ തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കണം. അങ്ങയുടെ വരവോളം നിന്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമാറാകണമേ. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നതിന്റെ പിരിയാത്ത സാന്നിധ്യത്തിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയുടെ പുലരിയിൽ പ്രിയ സഹോദരിയെ വീണ്ടും കാണുവാൻ ഞങ്ങൾക്ക് അവർ എല്ലാവർക്കും അവസരം നൽകുമാറാകണം. മാനവും മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും കർത്താവിന്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് അരുളി ചെയ്ത വലിയനായ ദൈവമേ, ഈ സഹോദരിയുടെ ശരീരത്തെ ഞങ്ങൾ പൂഴിയിൽ വിശ്രമിപ്പാൻ ചേർക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണം. പൂഴിക്ക് പൂഴിയായും മണ്ണിന് മണ്ണായി ഞങ്ങളോളെ ഏൽപ്പിച്ച് എല്ലാവർക്കും സമാധാനത്തോടെ കടന്നു പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്വാസം നൽകാത്തി ആരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ പിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. ഈ മരുവാസത്തെ പിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ, എന്നു ചേരുമോ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. രാജപുരോഹിതരായവരവിടെ വാസം
ചെയ്യുമേ. എന്തെന്തു ഭാഗ്യമേ, എന്തെന്തു ഭാഗ്യമേ, സന്തതം പാർക്കുകിൽ, സന്തതം പാർക്കുകിൽ. കോടി കോടിയുഗം യേശുവിനോടൊത്തു പാടി വാഴുമേ. കോടി കോടിയുഗം യേശു